ഇപ്പോൾ ഇതാ വേദിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി സംസാരിക്കുന്നുണ്ട്. തൊട്ടരികെ VM സുധീരനുണ്ട്. അദ്ദേഹം വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സുധീരം വാദിച്ച നേതാവാണ് സുധീരൻ. അദ്ദേഹം ഇതാ വേദിയുടെ മുൻനിരയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് VM സുധീരൻ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഭരണ പരിചയമൊക്കെ കണക്കിലെടുത്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും കണക്കിലെടുത്തുകൊണ്ട്, നേതൃപാഠവും കണക്കിലെടുത്തുകൊണ്ട് ഒരു പുതിയ കേരളം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുന്നു MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വേദിയിലെത്തി. അദ്ദേഹം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, VM സുധീരൻ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുമായെല്ലാം കുശലം പറഞ്ഞുകൊണ്ട് നീങ്ങുകയാണ്. ദീപാദാസ് മുൻഷിയെ കൂപ്പുകൈ നൽകുന്നുണ്ട്. അങ്ങനെ ഈ നേതാക്കളെയെല്ലാം ഇവിടേക്ക് എത്തിക്കുന്നു. എല്ലാവരെയും ഇവിടേക്ക് സ്വീകരിക്കുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എത്തിച്ചേർന്നിട്ടുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ കരഘോഷം. ഓരോ നേതാക്കളും വേദിയിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകരുടെ അണമുറിയാത്ത കരഘോഷമാണ്, അണമുറിയാത്ത ആഹ്ലാദമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ആ പ്രവർത്തകർക്ക് UDF പ്രവർത്തകരുടെ ആവേശം അതിൻ്റെ അലകടലായി ഇങ്ങനെ മാറുകയാണ്. MV ഗോവിന്ദൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയെ കാണുന്നുണ്ട്. വലിയ കരഘോഷത്താൽ, UDF പ്രവർത്തകരുടെ ആവേശത്താൽ, ആഹ്ലാദത്താൽ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞിരിക്കുകയാണ്. ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇതാ കേരളത്തിൽ കൂടി, ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇങ്ങ് തെക്കേയറ്റത്തുള്ള ഒരു ചെറിയ ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് ഇതാ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക വീശിയിരിക്കുകയാണ്. ആ ത്രിവർണ്ണ പതാക പുതച്ച കേരളത്തിലേക്ക് ഇതാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഭരണപക്ഷ നേതാക്കൾ മാത്രമല്ല, പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ നേതാക്കൾ, സംസ്ഥാനത്തെമ്പാടും നിന്നെത്തിയ UDF പ്രവർത്തകർ എന്നിവരെല്ലാം ഉണ്ട്. അവരെല്ലാം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി വലിയ ആവേശത്തിലാണ്. അവരുടെ പ്രിയപ്പെട്ട നേതാക്കളെ കാണുമ്പോൾ അവർ കരഘോഷം മുഴക്കുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDFിൽ നടന്ന, കോൺഗ്രസിൽ നടന്ന മാരത്തോൺ ചർച്ചകളുടെ പ്രതിഫലനമൊന്നും ഇവിടെയില്ല. അതൊക്കെ നേതൃതലത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ തീർക്കട്ടെ. ഞങ്ങൾ പ്രവർത്തകർക്ക് വേണ്ടത് UDFിൻ്റെ പുതിയ സർക്കാരാണ്. ഒരു പുതു യുഗമാണ് കേരളത്തിൽ പുലരേണ്ടത്. ഒരു പുതു ചാലകശക്തിയാണ് ഇനി കേരളത്തിന് ആവശ്യം എന്ന നിലയിലാണ് UDF പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല. അവരിതാ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, അദ്ദേഹം വേദിയിലെത്തിയിരിക്കുന്നു. പ്രവർത്തകർ അദ്ദേഹത്തെയും കരഘോഷം മുഴക്കി സ്വീകരിക്കുകയാണ്. അങ്ങനെ വലിയ കരഘോഷം, ആർത്തലയ്ക്കുന്ന ആഹ്ലാദം. അങ്ങനെ ഈ ആൾക്കടൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് തൊട്ടരികെയുള്ള, തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള, തലസ്ഥാനത്തിൻ്റെ ഏറ്റവും സ്ഥിരാകേന്ദ്രമായ സ്ഥലത്തുള്ള തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയം, ആ സെൻട്രൽ സ്റ്റേഡിയം ഇനി ഒരു തരി മണ്ണ് വാരിയിട്ടാൽ അറിയാത്ത വിധമുള്ള ആൾത്തിരക്കുകളാൽ, ആൾക്കടലാൽ ഇവിടെ ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വലിയ UDF പ്രവർത്തകരുടെ ആവേശത്തിനും ആഹ്ലാദത്തിനുമിടയിൽ അല്പസമയത്തിനകം കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കും. അതിനുശേഷം ഗവർണറുടെ ചായ സൽക്കാരമാണ് മുഖ്യമന്ത്രിക്കും നിയുക്ത മന്ത്രിമാർക്കും. അതിനുശേഷമാണ് ക്യാബിനറ്റ്, വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരാൻ പോകുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗം എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. നേരത്തെ UDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെത്തിയപ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകുമോ? ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമോ? KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമോ? അങ്ങനെയുള്ള നിരവധി പ്രഖ്യാപനങ്ങൾക്ക് കേരളം കാത്തിരിക്കുന്നത് ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾക്കാണ്. ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. കേരളം ഇതപര്യന്തം കണ്ടിട്ടില്ലാത്ത വിധമുള്ള ജനക്കൂട്ടമാണ് ഇവിടെ കൊഴുകിയെത്തിയിരിക്കുന്നത്. ഇങ്ങനെ നിരവധി മുഖ്യമന്ത്രിമാർ കേരളത്തിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റിട്ടുണ്ട്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയും ഇതേ സ്ഥലത്തു തന്നെയായിരുന്നു, സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു. പക്ഷേ ഇത്രമേൽ വലിയ ജനക്കൂട്ടം ഇവിടെ കൊഴുകിയെത്തിയിട്ടുള്ള മറ്റൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ സവിശേഷത നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ നേതാക്കളെ മുൻനിരയിൽ ഇരുത്തിയിട്ടുണ്ട് എന്നാണ്. കേരളത്തിൻ്റെ
വികസന സംസ്കാരം ഇനി രൂപപ്പെടുത്തേണ്ടത് ഈ നിലയിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ആയിരിക്കണം എന്നതാണ്. ഇപ്പോൾ ഇതാ വി കുഞ്ഞികൃഷ്ണൻ വേദിയിലുണ്ട്. പയ്യന്നൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വി കുഞ്ഞികൃഷ്ണൻ CPIM-ന്റെ തെറ്റായ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൻ്റെ തട്ടിപ്പ് തുടങ്ങിയവയൊക്കെ ഉന്നയിച്ച് അത് ചോദ്യം ചെയ്തുകൊണ്ട് CPIM-ന് പുറത്തു പോകേണ്ടി വന്ന വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നേടിയ ത്രസിപ്പിക്കുന്ന ആ വിജയത്തിന് ശേഷം, തിളക്കമാർന്ന വിജയത്തിന് ശേഷം ഇപ്പോഴിതാ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.